ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ റവ കൊണ്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണേ. നല്ല ടേസ്റ്റ് ആയത്. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കിലോയ്ക്കടുത്തുണ്ട് ശർക്കര. നമ്മൾ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യേ. ആദ്യം നമുക്ക് ഈ ശർക്കരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. കരിൻ്റെ കല്ലും മണ്ണ് എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ കോട്ടയെന്ന് ഉരുക്കിയെടുക്കാം. ഇത് കുറച്ച് വെള്ളം മതി. നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് അടുത്ത് വെക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഈ ശർക്കര ഉരുക്കാൻ വെക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ. വെള്ളം കൂടി ശർക്കര ഉരുക്കിട്ടെ. നമുക്ക് ഈ സ്റ്റൗവും കത്തിക്കാം. അത് പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തുണ്ടേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പേ, ഒരു 50 ഗ്രാമിനടുത്ത് വരെ. വലിയ അണ്ടിപ്പരിപ്പ് ഇതുപോലെ കഷ്ണമായിട്ട് ഞുറുക്കിയൊക്കെ ഇട്ട് കൊടുത്തേ. നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർന്നുള്ള ഇതിനകത്ത് ഒന്ന് മൊരിഞ്ഞിട്ടട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് കിസ്മിസ് കഴുകി വെച്ചേക്കുന്നതാണ് അതിട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നല്ല മൂത്തേ. ഇതൊന്ന് കുറയ്ക്കട്ടെ. ഇനി ഇതിങ്ങോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു കുറച്ച് വെളുത്ത എള്ളേ അതിട്ട് കൊടുത്തേ. ഇതൊന്ന് കൂട്ടി കൊടുക്കാം. മതിയേ. ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റവയില്ലേ അതിട്ട് കൊടുക്കാം. റവ നല്ലതുപോലൊന്ന് വറുത്ത് കിട്ടണേ. ഈ ചെറുതായിട്ടിട്ട് കൊടുക്കാം. മീഡിയത്തിനും താഴെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കണ്ടേ. ഇനി ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. ഓക്കെ, നമ്മുടെ റവ ഒരു മൂത്ത് നല്ല മണം വന്നിട്ടുണ്ടേ. ഓക്കെ, കരിഞ്ഞു പോകരുത്. ഇനി ഇതിനകത്ത് തീരെ സിമ്മിടേ. ഇനി ഇതിനകത്ത് ഞാൻ 1 മുറി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചതേ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലല്ല, തേങ്ങ തന്നെ അരച്ചെടുക്കുക. തീരെ തീ കുറച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടുകയേ ചെയ്യല്ലേ. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഞാൻ തീ അണച്ചിട്ടിട്ടുണ്ടായിരുന്നേ. ഇത് ശർക്കര ചൂടായിട്ട് ഇതിനകത്തോട്ട് ഈ ചൂട് ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ.
എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കട്ട ഇതെല്ലാം ഇതിൽ നിന്ന് മിക്സ് ആവണേ. തീ കൂട്ടുകയേ ചെയ്യരുത്. ഓക്കെ, നമ്മുടെ കട്ടയെല്ലാം റെഡിയായി. അതിനകത്ത് എല്ലാ കട്ടയും നല്ല മിക്സായേ. ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കേ. ഒരു നുള്ളുപ്പ്. നമ്മുടെ കയ്യിൽ വെള്ള എള്ളില്ലെങ്കിൽ കറുത്ത എള്ളായാലും മതി. ഇപ്പം എള്ളില്ലേലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്നാവും ഇതിപ്പോൾ. ഇനി ഇതെല്ലാം ഒന്ന് ഈ ചെറിയ രീതിയിൽ കിടന്നൊന്ന് റെഡിയായി വരട്ടെ. ഓക്കെ, നമ്മളെ റവ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇതിനകത്ത് വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുതേ, നെയ്യും ഒന്നും ഒഴിക്കട്ടെ. ആ ഒഴിച്ചത് മാത്രം മതി. പിന്നെ നമ്മൾ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങുമല്ലോ, തേങ്ങ അരച്ചത്. ഞാൻ ഈ സ്പാച്ചിലൊന്ന് മാറ്റട്ടെ, ഭയങ്കര പാടാണ്. ചട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഈ വറുത്ത് വെച്ച മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഒരു 7 ഏലക്ക പൊടിച്ചതേ, അത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വലിയ പണിയൊന്നുമില്ല. ഞാനൊരു 3-4-5 മിനിറ്റ് നിന്ന് ഇളക്കി, ചെറിയ തീയിലല്ലേ, 5-6 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യേ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലായിടും വെക്കണേ. എല്ലായിടും നല്ല മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റൗ ആണ്. ഓക്കെ, തീരെ തീ കുറച്ചിട്ടാണ് ചെയ്തിരുന്നത്.
മതിയേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞാൻ നെയ്യ് തേച്ചിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതെടുത്തിട്ട് കൊടുക്കേ. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക ഇങ്ങനെ വീഴുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇത് ഒന്ന് അമുക്കി കൊടുക്കേ, അപ്പോഴത്തേക്കെല്ലാം റെഡിയാവും. ഇതൊന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാം. നമുക്കൊന്ന് നല്ല പ്രസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഒരേ ലെവലാക്കേ. ഇനി ഇങ്ങനെ ഇരിക്കട്ടെ, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് എപ്പോൾ തണുക്കുന്നോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കേ. ഇത് തണുക്കുമ്പോൾ വെട്ടാം. ഇതിങ്ങനെ ഇരുന്നോട്ടെ. നമ്മുടെ റവ ബർഫി നോക്കിയേ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറോളമായി കേട്ടോ. ചെറിയ ചൂടുണ്ട്. എന്നാലും ഞാൻ കട്ട് ചെയ്യാം, അലുവയല്ലല്ലോ, കട്ട് ചെയ്യേ. ഇത് വലിയ പ്ലേറ്റിൽ ഒഴിച്ചാലും മതിയേ. ഇഷ്ടമുള്ള ഏത് പാത്രത്തിലോ ഒഴിക്കാം. എനിക്കൊന്ന് പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സുഖം എടുക്കാനൊക്കെ. ഓക്കെ, ഞാൻ എല്ലാം വെട്ടി. ഓക്കെ, തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്ത് വെക്കാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവയുടെ ഒരു ബർഫിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം അല്ല തേങ്ങയുടെയൊക്കെ ആ ഇതില്ലേ, അരച്ച് ചേർത്തയില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വലിയവർക്കും പിള്ളേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റായതേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം